ഹായ്. ഞാൻ ഒരു മോട്ടിവേഷണൽ റീൽ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീൽ ഇങ്ങനെയാണ്: നിങ്ങളെ ബിസിനസ് പഠിപ്പിക്കുന്ന സാർ എന്തുകൊണ്ട് ആ ഒരു ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ബോക്സിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബോക്സർ അടുത്തുനിന്ന് പഠിക്കണം, ഡാൻസിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡാൻസർ അടുത്ത് പഠിക്കണം. അതുപോലെ തന്നെയാണ് ബിസിനസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് മാൻ്റെ അടുത്ത് തന്നെ പഠിക്കണം എന്നുള്ളത്. അത് ഞാൻ ഇടേണ്ട കാരണം എന്താ വെച്ചാൽ, ആ റീൽ കണ്ട സമയത്ത് എനിക്ക് വേറെ പല ആളുകളെയാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 days 100 ബിസിനസ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർ ആ ഒരു ബിസിനസ് ഐഡിയ യൂസ് ചെയ്ത് ആ ഒരു ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാത്തത്? അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഞാൻ ആ സ്റ്റോറി ഇട്ട സമയത്ത് ഒരാൾ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെസ്സി റൊണാൾഡോൻ്റെ ഒക്കെ കോച്ചുമാർ അവരെക്കാട്ടിലും ബെസ്റ്റ് പ്ലെയേഴ്സ് ആവണമല്ലോ എന്ന്. അയാൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളത്, അവർ ഇവരെക്കാട്ടിലും ബെറ്റർ പ്ലെയേഴ്സ് ആവണമെന്നില്ല, ഒരു ബെസ്റ്റ് പ്ലെയർ ആയാലും മതി. ഞാൻ ഈ ഒരു സഹോദരന് വേണ്ടിയിട്ട് ജസ്റ്റ് മെസ്സിയുടെ ഇത്രയും കാലത്തെ ഒരു ടോപ്പ് 10 കോച്ചുമാരും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള മാച്ചുകളും അതിൽ നിന്ന് അവർ അച്ചീവ് ചെയ്തിട്ടുള്ള വലിയ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു സാധനം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് പോസ് ചെയ്ത് വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അവർ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിസിനസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് കൂടെ അയാളുടെ ശിക്ഷണത്തിൽ തന്നെ പഠിക്കണം. അല്ലാതെ 100 days 100 ബിസിനസ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോന്ന് പറയുന്ന ആളുകളുടെ അടുത്തുനിന്ന് അത് കേട്ട് അവരുടെ സജഷൻസൊക്കെ മേടിച്ച് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും, ചിലപ്പോൾ അത് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സ്കില്ല് പോലെ ചിലപ്പം അത് രക്ഷപ്പെടുത്താൻ പറ്റിയാൽ ചിലപ്പോൾ പറ്റും. പക്ഷേ നിങ്ങളുടെ സക്സസ് റേറ്റ് ഒരു ബിലോ 50%, ഒരു 40% ഒക്കെ ആയിരിക്കാം. പക്ഷേ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ്റെ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ്റെ കൂടെ നിന്ന് പഠിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സക്സസ് റേറ്റ് 80 to 90% എബോ ഒക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ആരുടെ കൂടെ നിന്ന് ബിസിനസ് പഠിക്കണം, ആരുടെ കൂടെ നിന്നിട്ട് ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്നും പറയാൻ ഞാനുള്ളതല്ല. നിങ്ങൾ ബിസിനസ് ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാലും നിങ്ങളതിൽ സക്സസ്ഫുൾ ആയാലും എനിക്കൊരു തേങ്ങ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ നോക്കി ചൂസ് ചെയ്തോ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ആൾ ആ ഒരു കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ട് അങ്ങോട്ട് അടിക്കട ചാടി മറിയട എന്നൊക്കെ പറയുന്ന ഒരാളുടെ വാക്ക് കേട്ടിട്ടാണ് നമ്മൾ ഈ സാധനം പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അതിനുള്ള ചാൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക.